ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? നമുക്കപ്പോൾ ഇന്ന് ഒരു 1 വീക്ക് നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. എന്നിട്ട് ഒരു റെമഡി വേണമെങ്കിൽ നമുക്ക് സ്വാമിയുടെ ഒറാക്കിൾ കാർഡ് എടുത്തിട്ട് സ്വാമിക്ക് എന്താണ് അത് തരണം ചെയ്യാൻ എന്താണ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് സ്വാമിയുടെ ഒറാക്കിൾ കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മൈൻഡ് സ്റ്റേബിളാക്കി വെക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ടവർ കാർഡാണ് കേട്ടോ വന്നേ. ടവർ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് കാർഡാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, എന്നൊരു പോസിറ്റീവ് കാർഡാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അതെ. അതാണ് ടവർ സൂചിപ്പിക്കുന്നത്. ടവർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയണേ, നമുക്ക് പെട്ടെന്ന് ഒരു ഫോൾ വന്നിട്ട് വീണ്ടും അത് ഉയർത്തെഴുന്നേക്കാമെന്ന് പറയില്ലേ, അതിനെയാണ് ടവർ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു 1 വീക്ക് നിങ്ങൾക്ക് ചെറിയ ചെറിയ ബിസിനസ്സിലൊക്കെ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ നേരിടാൻ സാഹചര്യം ഉണ്ടാകും. അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോടുള്ള റിലേഷൻഷിപ്പാണോ ഞാൻ ഉദ്ദേശിച്ചത്. തേർഡ് പാർട്ടിയോ ട്വിൻ ഫ്ലെയിമോ ഒന്നുമല്ലേ. നമ്മുടെ ബന്ധുക്കളിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരൻസ് മക്കളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, കൊളീഗ്സിൻ്റെ ഇടയിലൊക്കെ ചെറിയൊരു അസ്വാരസ്യങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ജോലിയിൽ ശ്രദ്ധിക്കുക, വാക്കുകളിൽ ശ്രദ്ധിക്കുക. ഒരു ചെറിയൊരു എനർജിയിലൊരു വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടവർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ഉണ്ടാകുന്ന ഒരു തിരിച്ചടി, അതാണ് ടവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെ നെഗറ്റീവായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞ നേരത്തെ. അത് നെഗറ്റീവാണെന്ന് വെച്ചാൽ അതേ, പോസിറ്റീവാണെന്ന് വെച്ച് കഴിഞ്ഞാലും അതെ. അപ്പോൾ ചെറിയൊരു വാക്കിലൂടെയോ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയൊക്കെ ഒരു ചെറിയൊരു എന്നിട്ട് പറയണേ, ഒരു ചെറിയൊരു പതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പെയിൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ടവർ കാർഡാണ്, അതും നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഒന്ന് ഡിസ്ട്രോയിഡ് ആയിട്ട് കഴിഞ്ഞാലല്ലേ വേറെ ഒന്ന് റീബിൽഡ് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല കാർഡാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാർഡെന്ന് പറയാൻ പറ്റില്ല. ടവർ അല്ലേ ഈ കാർഡിൽ തന്നെ അതിൽ സൂചിപ്പിക്കാന്നുണ്ട്. ഒരു ബിൽഡിങ് പെട്ടെന്ന് ഒരു മിന്നലേറ്റിട്ട് ഈ ബിൽഡിങ് ആകെ തകർന്നു പോവാണ്. അപ്പോൾ അവിടെ നിന്ന് അടുത്തുള്ള ആൾക്കാരൊക്കെ എടുത്ത് താഴത്തേക്ക് എടുത്ത് ചാടാണ്. അപ്പോൾ വേറെ വഴിയില്ല അവർക്ക്. അപ്പോൾ അതാണ് പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാവാം ഒരു 1 വീക്ക്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. ബിസിനസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലായിക്കോട്ടെ ചെറിയൊരു വിള്ളൽ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ ടാരോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രഡിക്ഷൻ കാർഡാണ് അല്ലേ. അപ്പോൾ മുന്നോട്ട് നമുക്ക് വരാനിരിക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് നമുക്ക് ഓവർകം ചെയ്യാനുള്ള റെമഡി എടുത്താൽ മതി. അതിൽ നിന്ന് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടവർ കാർഡല്ലേ വന്നത്, അപ്പോൾ നമുക്ക് സ്വാമിയുടെ അടുത്തും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. ഒറാക്കിൾ കാർഡിൻ്റെ അടുത്തും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഒരു മിനിറ്റ്. നമുക്ക് സ്വാമിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഈ ഒരു ടവർ ഇതിൻ്റെ എനർജിയിൽ നിന്ന് ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് തരണം ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് എന്ത് ഗൈഡൻസാണ് സ്വാമിക്ക് തരാൻ പറ്റാമെന്ന് നമുക്ക് ഒറാക്കിൾ കാർഡിനോട് ചോദിച്ചു നോക്കാം. ഈ കാർഡാണ് കിട്ടിയത്. Align with your values. Find your purpose by aligning with your values. As I align my purpose with serving Ram. Discover your true calling by living in accordance with your beliefs. Align with your values. ഇവിടെ നോക്കുക, നിങ്ങളുടെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വേ ഉണ്ടാവും അല്ലേ. വേ ഓഫ് തിങ്കിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവും ഒരു കാഴ്ചപ്പാടും നിങ്ങളുടേതായിട്ടുള്ളൊരു രീതി ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു രീതി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെ മുറുക്കെ പിടിച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാനാണ് ഇവിടെ സ്വാമി പറയണത്. സ്വാമിയുടെ ലക്ഷ്യം രാമനെ സേവിക്കലായിരുന്നു. ആ ലക്ഷ്യം മുറുക്കെ പിടിച്ചിട്ടാണ് സ്വാമി പല തടസ്സങ്ങളെയും പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിയത്. അതേപോലെ തന്നെ പല നിങ്ങളുടെ ഉള്ളിലുള്ള ഉൾവിളി കേട്ടിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ വാല്യൂ
കളയാതെ നിങ്ങളുടെ മൂല്യം, നിങ്ങൾക്കൊരു മൂല്യം ഉണ്ടാവില്ല. മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ കാഴ്ചപ്പാടിനെ മുറുക്കെ പിടിച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ഉൾവിളിക്ക് അനുസരിച്ച് നിങ്ങൾ നീങ്ങാമെന്നാണ് സ്വാമി ഇവിടെ പറയുന്നത്. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കുക, മുതിർന്നവരോട് എതിർത്ത് പറയാണ്ടിരിക്കുക, പിന്നെ റെസ്പെക്റ്റ് ചെയ്യുക, പിന്നെ മുതിർന്നവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുക എന്നാണ് ഇവിടെ സ്വാമി പറയുന്നത്. ചിലപ്പോൾ മേ ബി ഒരു ടവർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇതുള്ളൊരു ബന്ധങ്ങളിലേക്കായിരിക്കാം. മുതിർന്നവരുമായിട്ട് ചിലപ്പോൾ ഒരു വാക്തർക്കം ഉണ്ടാകാനുള്ള സാധ്യതയോ, അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നോ ഒക്കെ നമുക്കൊരു മുറി വെക്കാനുള്ള സാധ്യത മേ ബി ഉണ്ടാവുമായിരിക്കാം. അതായിരിക്കും സ്വാമി ബന്ധങ്ങളിലുള്ള കാര്യങ്ങൾ ഇവിടെ എടുത്ത് പറഞ്ഞത്. റെമഡി ബ്ലെസ് ചെയ്യുക, ബ്ലെസ്സിങ് വാങ്ങിക്കുക, മുതിർന്നവരുടെ ബ്ലെസ്സിങ് വാങ്ങിക്കുക, മുതിർന്നവരുടെ അടുത്ത് റെസ്പെക്റ്റോടെ സംസാരിക്കാം, അവരുടെ ബ്ലെസ്സിങ് വാങ്ങിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വാക്തർക്കമായിരിക്കാം മേ ബി. അപ്പോൾ ഇവിടെ ഒരു 1 വീക്ക് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു പ്രശ്നം. മനസ്സിന് ചില ഒലച്ചിലുകളും ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ വേദനകളും ഒക്കെ ഉണ്ടാവാം ചിലവരുടെ വാക്കുകളിൽ നിന്ന്. അപ്പോൾ അതാണ് ഇവിടെ സ്വാമി പറയുന്നത് കേട്ടോ. നിങ്ങളുടെ മൂല്യങ്ങളെ മുറുക്കെ പിടിച്ചിട്ട് പോവുക. ആരെന്തൊക്കെ തന്നെ പറഞ്ഞോട്ടെ, നമുക്കൊരു മൂല്യം ഉണ്ടല്ലേ. പറയുന്നവരവിടെ കിടന്ന് പറയട്ടെ, അതിനൊന്നും എന്താ പറയണേ, എതിർക്കാണ്ട്, ഒരു വഴക്കുണ്ടാക്കാണ്ട്, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്ട് നിങ്ങളുടെ മൂല്യത്തിൽ ഉയർച്ച, നിങ്ങളുടെ ഉൾവിളിക്കനുസരിച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്നാണ് സ്വാമി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. ടാറ്റാ.